മിഡിൽ ഈസ്റ്റിലെ വാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ UAE ബാധിച്ചിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖല. സോ ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയൊക്കെ ഒന്നുകൂടെ ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും അവിടെയെല്ലാം ഒരുപാട് ആളുകളെ കാണാറുണ്ട്. ബട്ട് ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിൽ ഇങ്ങനെ ഒരാളിരിപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ആളുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് ആൾക്കാരെ കാണാനായിട്ട് പോയി. നല്ല ചൂട് കൂടിയ സമയമായതുകൊണ്ടാവാം എല്ലാവരും തന്നെ നല്ല ടയേർഡാണ്. നോക്കൂ ഗൈസ്, ഇവിടെയെങ്ങും ഒരു മനുഷ്യർ പോലുമില്ല. സാധാരണ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ബട്ട് ആക്ച്വലി നമുക്കതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു കേട്ടോ. നല്ല വിശാലമായി തന്നെ നടന്ന് ഒരു ശല്യം കൂടാതെ നമുക്കെല്ലാം കാണാൻ സാധിച്ചു. നല്ല ചൂടായിരുന്നു കേട്ടോ. കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ ചൂട് അൺസഹിക്കബിളായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യാത്തതിന് റീസൺ ഒരു പക്ഷേ വാറായിരിക്കില്ല. മേ ബി ഈ ചൂടായിരിക്കാനാണ് സാധ്യത. പിന്നെ മറ്റുള്ളവർക്ക് ഞങ്ങളെപ്പോലെ ഭ്രാന്തുണ്ടാവില്ലല്ലോ ഈ ചൂടത്ത് വന്ന് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട്. ചൂടിൻ്റെ തീവ്രത മനസ്സിലാവണമെങ്കിൽ ദാ ഇവൻ്റെ കിടപ്പ് കണ്ടാൽ മതി. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ഫസ്റ്റ് ടൈം ഒരു ഓസ്ട്രിച്ചിനെ ഞാൻ ഇത്ര അടുത്ത് കണ്ടു. ഇതാട്ടോ അവൻ്റെ ഫുൾ ഹൈറ്റ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ ആ മേൽക്കൂര പൊട്ടിച്ച് മിക്കവാറും പുറത്ത് വരും ഗൈസ്.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ചൂട് അത്രയ്ക്കും അൺസൈക്കബിൾ ആയിരുന്നു.